നമ്മുടെ കേരളം എല്ലാ കാലത്തും രാജ്യത്തിന് മാതൃകയായിട്ടുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച നാടാണ്. ആ മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം പരിക്കുണ്ടാക്കുന്ന വലിയ ഇടപെടലുകൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ RSS കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഉത്തരേന്ത്യ കീഴ്പ്പെടുത്തിയത്, ആ മാതൃകയിലുള്ള വലിയ ആസൂത്രണം കേരളത്തെ കീഴ്പ്പെടുത്താൻ അവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഒടുവിലുണ്ടായിട്ടുള്ള കാര്യം, ഇപ്പോൾ UDFൻ്റെ ഭാഗമായിട്ട് ആര് മുഖ്യമന്ത്രി ആവണം, ആ UDFിലെ ഏതെല്ലാം ഘടകകക്ഷികളോട് അഭിപ്രായങ്ങൾ ചോദിക്കണം എന്നെല്ലാം അവരുടെ കാര്യമാണ്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട കാര്യത്തെ മുൻനിർത്തിയിട്ട് BJPയും അതുപോലെ തന്നെ കേരളത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ചില തൽപര കക്ഷികളെല്ലാം കൂടി ചേർന്ന് വലിയ പ്രചാരവേല ആരംഭിച്ചിട്ടുണ്ട്. അത്തരം പ്രചാരവേലക്ക് ശക്തമായ മറുപടി കൊടുക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുകയാണ്. ഇവിടെ ഇപ്പോൾ പല സ്ഥലത്തും ചേരിതിരിഞ്ഞ് കോലം കത്തിക്കുന്നു. എന്താണ് അവിടെയെല്ലാം വിളിക്കുന്ന മുദ്രാവാക്യം? കേരളത്തിൽ ഇതിനു മുന്നേ ഇത്തരം മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത് കേരളം ഒരു ഉത്തരേന്ത്യയായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ, അതിനാവശ്യമായ ചില പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ UDFിൻ്റെ ഭരണത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇതിനോട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൻ്റെ അവർ തീരുമാനിച്ച നിയുക്ത മുഖ്യമന്ത്രി ഉൾപ്പെടെ പരസ്യമായി അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു മതനിരപേക്ഷ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾക്കെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷത ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.